എടാ അല്ലു ഇവിടെ ഇരിക്കുക. അന്നെ അന്വേഷിച്ച് കൊറേ നേരമായി നടക്കണേ. എന്റെ ബർത്ത്ഡേ ആണ്. എന്നാ മുട്ട എടുക്ക്. ഓ ബർത്ത്ഡേയാ? എനിക്ക് ഡയറി മിൽക്ക് മതി. എടാ ഈ എന്തിനെ പേടിക്കണേ? ഇത് മൊത്തം അമ്മക്കുള്ളതാ. ബാക്കി എല്ലാതും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഒരു ഡയറി മിൽക്ക് തരുമോ? എന്റെ അനിയത്തിക്കാണ്. തൊട്ട് വരുത്. അന്നെ പോലത്തെ ലോ ക്ലാസ് ഒന്നും ഡയറി മിൽക്ക് കൊടുക്കേണ്ട ഗതികേട് എനിക്കില്ല. പോയി വല്ല റോട്ടിലും പോയി ഭിക്ഷിക്കുക, അല്ലാതെ എന്നോടല്ല. വീട്ടിലാരൊക്കെ വന്നിക്കണല്ലോ. എന്താ സാർ കാര്യം? നിന്റെ തന്ത ലോണ് തിരിച്ചടക്കാത്തോണ്ട് ഞങ്ങൾ വീടങ്ങ് ജപ്തി ചെയ്യുക. വിശക്കണ ആരോടൊപ്പം ഫുഡ് കഴിക്കുക? അല്ലോ ആണല്ലോ അത്. എടാ എന്റെ വീട്ടില് ഫുഡ് ഉണ്ടാവോ? എനിക്ക് വിശന്നിട്ടാ. അന്റെ വീട് പോയതൊക്കെ ഞാൻ അറിഞ്ഞു. നീ നമ്മളായിട്ട് കമ്പനി കൂടണ്ട. ഒരു പ്രശ്നം വന്നപ്പോ ആർക്കും എന്നെ വേണ്ടാതായി. ഇനി എന്താ ചെയ്യാ? എന്നെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞേ. എന്റെ അമ്മ ചോറുണ്ടാക്കി വന്ന് കഴിച്ചോ. പടച്ചോനെ, ഓനോട് എന്ത് ക്രൂരത ഞാൻ ഇന്നലെ കാണിച്ച്. ഞാൻ ഒന്നും മനസ്സച്ചില്ല. എനിക്ക് എല്ലാവരും ഒന്നാണ്. ഈ വാ. ജാതി, മതം, വർണ്ണം എന്നൊക്കെ പറഞ്ഞ് ആരും നമ്മൾ വേർതിരിച്ചു കാണരുത്. എല്ലാവരും ഒന്നാണ്. ഇന്നത്തെ രാഷ്ട്രീയം നമ്മളെ വേർതിരിക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ പോരാടി എല്ലാവരും ഒന്നാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാവുന്നത്.